കാവിക്കൊടി ഏന്തിയ ഭാരതാംബ ചിത്രം ഉപയോഗിച്ചതിന് ഗവർണറെ എതിർപ്പ് അറിയിച്ച് മുഖ്യമന്ത്രി. ഗവർണർക്ക് മുഖ്യമന്ത്രി കത്ത് നൽകി. ഇത്തരം ബിംബങ്ങൾ ഭരണഘടനാ വിരുദ്ധമെന്നും സർക്കാർ പരിപാടികളിൽ പാടില്ലെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. വിവരങ്ങളുമായി അർജുൻ രാജ് ചേരുകയാണ്. അർജുൻ, നേരത്തെ മന്ത്രിസഭ എടുത്ത തീരുമാനമാണ് ഗവർണറെ ഔദ്യോഗികമായി മുഖ്യമന്ത്രി ഇക്കാര്യങ്ങൾ അറിയിക്കുക എന്നുള്ളത്. അത് അറിയിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനി ഗവർണറെ തള്ളുകയാണെങ്കിൽ നിയമ നടപടികൾക്ക് മന്ത്രിസഭയ്ക്ക് സാധിക്കും. ശക്തമായ ഒരു നിലപാടിലേക്ക് സംസ്ഥാന സർക്കാരും കടക്കുകയാണ്. ഗവർണർക്കെതിരെ ഭാരതാംബ വിവാദത്തിൽ ഉള്ള പോരാട്ടം അത് ഔദ്യോഗികമായി തന്നെ സർക്കാർ ഇപ്പോൾ ഗവർണറെ അറിയിച്ചിരിക്കുകയാണ്. കത്ത് മുഖേന ഇത്തരം ബിംബങ്ങൾ സർക്കാരിന്റെ പരിപാടികൾ ഉൾപ്പെടെ പ്രദർശിപ്പിക്കുന്നത് ഭരണഘടനാ വിരുദ്ധമാണെന്നാണ് മുഖ്യമന്ത്രി കത്തിൽ ചൂണ്ടിക്കാണിക്കുന്നത്. സർക്കാർ പരിപാടികളിൽ ഇത്തരം ചിഹ്നങ്ങൾ ഉപയോഗിക്കരുത്, ഔദ്യോഗിക ചിഹ്നങ്ങൾ മാത്രമേ ഉപയോഗിക്കാവൂ, മറ്റു ചിഹ്നങ്ങൾ ഉപയോഗിക്കുന്നത് ഭരണഘടനാ വിരുദ്ധം എന്നാണ് ഈ കത്തിൽ മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുള്ളത്. അങ്ങനെ സർക്കാരും ഏതെങ്കിലും തരത്തിൽ ഈ ഭാരതാംബ വിവാദത്തിൽ സർക്കാരിന് ഗവർണറോട് വിട്ടുവീഴ്ച ഇല്ല എന്ന് പ്രഖ്യാപിക്കുകയാണ്. ബിനിൽ പറഞ്ഞത് പോലെ തന്നെ ഇന്നലെ ചേർന്ന മന്ത്രിസഭാ യോഗമാണ് ഇത് സംബന്ധിച്ച് തീരുമാനമെടുത്തത്. നേരത്തെ നിയമവകുപ്പിന്റെ പരിശോധനയ്ക്ക് ശേഷമാണ് ഇത്തരത്തിൽ കത്ത് നൽകിക്കഴിഞ്ഞാൽ ഏതെങ്കിലും തരത്തിൽ നിയമപരമായി പ്രശ്നങ്ങളുണ്ടോ എന്നത് ഉൾപ്പെടെ പരിശോധിച്ചതിന് ശേഷമാണ് സർക്കാർ ഇത്തരത്തിലുള്ള നടപടികളിലേക്ക് കടന്നിട്ടുള്ളത്. സ്വാഭാവികമായും ഇനി ഗവർണർ എന്ത് മറുപടി നൽകും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഗവർണർ ഇത്രയും കാലത്ത് സംസാരിച്ചതൊക്കെ ഇത് പൊതു ബിംബം അല്ലെങ്കിൽ ഇതെല്ലാവരും ഉപയോഗിക്കുന്നതാണ്, എല്ലാവരുടേതുമാണെന്നുള്ള ധ്വനിയിലൂടെയാണ് അദ്ദേഹം സംസാരിച്ചത്. എല്ലാവരുടെയും ആണെന്ന് വലിച്ചു തീർക്കാനുള്ള ശ്രമമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്ത് ഉണ്ടായത്. അതിന് സമാനമായിട്ടുള്ള ഒരു മറുപടിയാണ് ലഭിക്കുന്നതെങ്കിൽ ബില്ലിൽ പറഞ്ഞതുപോലെ തന്നെ നിയമപരമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് കൂടി സർക്കാരിന് കടക്കേണ്ടി വരും. നേരത്തെ സർക്കാരിന്റെ 2 പരിപാടികളിലാണ് ഗവർണർ ഇതിന് സമാനമായി ഭാരതാംബയുടെ ചിത്രം, കാവിക്കൊടി ഏന്തിയിട്ടുള്ള ഭാരതാംബയുടെ ചിത്രം പ്രദർശിപ്പിച്ചത്. ഒന്ന് കൃഷിമന്ത്രി പങ്കെടുത്ത രാജ്ഭവനിലെ പരിപാടിക്കകത്തായിരുന്നു, രണ്ടാമത്തേത് വിദ്യാഭ്യാസ മന്ത്രി പങ്കെടുത്ത പരിപാടിക്ക്. 2 പരിപാടിയിലും മന്ത്രിമാർ അവിടെ നിന്ന് ബഹിഷ്കരിച്ച് വിദ്യാഭ്യാസ മന്ത്രി ഇറങ്ങിപ്പോവുകയാണ് ഉണ്ടായത്. കൃഷിമന്ത്രി ആ പരിപാടി ബഹിഷ്കരിക്കുകയും ചെയ്തു. അങ്ങനെ സർക്കാർ കൃത്യമായിട്ടുള്ള നിലപാട് ഇത് സംബന്ധിച്ച് നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. അതേ സമയത്ത് ഇനിയുള്ള പരിപാടിക്കകത്തും ഇത്തരത്തിൽ ഭാരതാംബ വരികയാണെങ്കിൽ എന്ത് നിലപാട് സ്വീകരിക്കണം എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ സർക്കാർ പരിശോധിക്കും. അത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇത് നിയമപരമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് ഉൾപ്പെടെ സർക്കാർ അത്തരത്തിലുള്ള നീക്കങ്ങളിലേക്ക് ഉൾപ്പെടെ പോകാനുള്ള സാധ്യത കൂടി തുറന്നിടുകയാണ് ഈ കത്ത്. എന്തായാലും ശക്തമായിട്ടുള്ള ഒരു നിലപാട് ഇക്കാര്യത്തിൽ സർക്കാരിന് ഗവർണറെ കൂടി അറിയിച്ചു എന്നുള്ളതാണ് ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഓക്കെ, അർജുൻ രാജാണ് വിവരങ്ങളുമായി ചേർന്നിരിക്കുന്നത്. അതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ ഔദ്യോഗികമായി സർക്കാർ അറിയിച്ചിരിക്കുകയാണ് ഇങ്ങനെ ചിത്രം വെക്കാൻ പാടില്ല എന്നുള്ളത്. ഗവർണർ രാജ്ഭവൻ അത് തള്ളിയാൽ സർക്കാരിന് നിയമ നടപടികൾക്കുൾപ്പെടെ അത് വഴിയൊരുക്കുകയും ചെയ്യും. ഔദ്യോഗികമായി തന്നെ സർക്കാർ നീണ്ടിരിക്കുകയാണ്, വിവാദം ആളിക്കത്തുകയാണ്. അർജുനാണ് വിവരങ്ങൾ നൽകിയത്.